യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ളതായ വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് യേശു ക്രിസ്തു ചെയ്യുന്ന ഒരു വലിയ അത്ഭുതത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 1-ാമത്തെ വചനം വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ യഹൂദന്മാരുടേതായ ഒരു ഉത്സവം നടക്കുന്നതായ സമയത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിലേക്ക് കടന്നു പോവുകയാണ്. യെരുശലേമിൽ തന്നെ ആട്ടുവാതിൽക്കൽ ബെഥസ്ത എന്ന് എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ടായിരുന്നു എന്നും 2 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിലേക്ക് കടന്നുപോയത് യഹൂദന്മാരുടേതായ ഉത്സവത്തിൽ പങ്കെടുക്കുവാനായിട്ടാണ്. എന്നാൽ ആ യെരുശലേമിലുള്ളതായ ബെഥസ്ത എന്ന എബ്രായ പേരുള്ളതായ കുളത്തിൻ്റെ അരികിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു പോവുകയാണ്. ബെഥസ്ത എന്നാൽ അതിനർത്ഥം കൃപയുടെ ഗൃഹം അല്ലെങ്കിൽ കൃപയുടെ ഭവനം എന്നാണ്. ഈ ബെഥസ്ത കുളത്തിന് ചില പ്രത്യേകതകൾ ഉള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് 5 മണ്ഡപങ്ങൾ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. ഈ ബെഥസ്ത കുളത്തിലുള്ളതായ 5 മണ്ഡപങ്ങളെ മറ്റു പലരും പ്രസംഗങ്ങളിലൂടെയൊക്കെ പല വ്യാഖ്യാനങ്ങൾ നൽകിയിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ 5 മണ്ഡപങ്ങളിൽ ഒത്തിരി രോഗികളായിട്ടുള്ളവർ അധിവസിച്ചിരുന്നു എന്ന് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. 3-ാമത്തെ വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഈ ബെഥസ്ത കുളത്തിനുള്ളതായ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ചില സമയങ്ങളിൽ ദൈവത്തിന്റെ ദൂതൻ ഈ കുളം കലക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. എന്തിനാണ് ഈ കുളം കലക്കുന്നത്? അതിന് കാരണമുണ്ട്. ബെഥസ്ത എന്ന പേരുള്ളതായ കുളത്തിന്റെ 5 മണ്ഡപങ്ങളിൽ ഒത്തിരി രോഗികളായിട്ടുള്ളവർ താമസിച്ചിരുന്നു. അവർ ഈ കുളത്തിലേക്ക് ഇറങ്ങി സൗഖ്യം പ്രാപിക്കുന്നതായ ഒരു സമ്പ്രദായം അന്ന് നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് ദൂതൻ ആ കുളം കലക്കുവാനായിട്ട് ഇടയ്ക്ക് ആ കുളത്തിലേക്ക് ഇറങ്ങുന്നത്. എന്നാൽ മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ കുളത്തിൻ്റെതായ കരയിൽ താമസിക്കുന്നതായിട്ടുള്ള രോഗികൾക്ക് എല്ലാവർക്കും ഒരേ സമയത്ത് സൗഖ്യം പ്രാപിക്കുവാൻ സാധിക്കുന്നില്ല. ദൂതൻ ചില സമയങ്ങളിൽ കുളം കലക്കുന്നതായ സന്ദർഭത്തിൽ ഈ രോഗികളായിട്ടുള്ളവരിൽ ആരാണോ ആദ്യം ഈ കുളത്തിലേക്ക് ഇറങ്ങുന്നത് അവർക്ക് മാത്രമായിരുന്നു സൗഖ്യം പ്രാപിക്കുവാനായിട്ട് സാധിച്ചിരുന്നത്. അങ്ങനെ യേശു കർത്താവ് യെരുശലേമിലേക്ക് വരുമ്പോൾ ബെഥസ്ത എന്ന ഈ കുളത്തിന്റെ അരികിലേക്ക് കർത്താവ് കടന്നു ചെല്ലുകയാണ്. കർത്താവിനറിയാം ആ കുളത്തിൻ്റെതായ 5 മണ്ഡപങ്ങളിൽ ഏതെല്ലാം രോഗികളാണ് താമസിക്കുന്നത് എന്നുള്ളത്. അതറിഞ്ഞു തന്നെയാണ് കർത്താവ് ആ കുളത്തിൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുന്നത്. അങ്ങനെ യേശു കർത്താവ് ബെഥസ്ത കുളത്തിൻ്റെ കരയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 38 വർഷങ്ങളായിട്ട് രോഗസൗഖ്യം ആഗ്രഹിച്ച് ആ കുളത്തിൻ്റെ കരയിൽ കിടന്നിരുന്നതായ ഒരു മനുഷ്യനെ കർത്താവ് പരിചയപ്പെടുവാനായിട്ടിടയായി. അവൻ്റെ അവസ്ഥ യേശു കർത്താവ് മനസ്സിലാക്കുവാനായിട്ടിടയായി. ദൂതൻ വന്ന് ഈ കുളം കലക്കുമ്പോൾ ആ കുളത്തിലേക്ക് ആദ്യം ഇറങ്ങി സൗഖ്യം പ്രാപിക്കുവാൻ കഴിയാതിരുന്നതായ ഒരു മനുഷ്യനാണ് എന്നുള്ളത് വളരെ വ്യക്തമായി യേശു കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്ന് അവനോട് ഇങ്ങനെ ചോദിക്കുന്നത്. എന്താണ് കർത്താവ് ആ 38 വർഷം രോഗിയായി കുളക്കരയിൽ കിടന്നിരുന്ന മനുഷ്യനോട് ചോദിച്ചത്? വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനം വായിക്കുമ്പോൾ യേശു ആ രോഗിയോട് ചോദിച്ച ചോദ്യം നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഉത്സവം കൂടുവാനായിട്ട് യെരുശലേമിലേക്ക് കടന്നു ചെന്ന കർത്താവ് ഈ മനുഷ്യന് രോഗസൗഖ്യം നൽകുവാനായിട്ട്
അവൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുകയാണ്. 38 വർഷമായിട്ട് രോഗസൗഖ്യം ആഗ്രഹിച്ച് ആ കുളത്തിൻ്റെ കരയിൽ കിടന്നിരുന്നതായ മനുഷ്യന് പൂർണ്ണമായിട്ടുള്ളൊരു വിടുതലും ആശ്വാസവും ലഭിക്കണമെന്നുള്ളത് ആഗ്രഹിച്ച് കർത്താവ് ആ മനുഷ്യൻ്റെ അരികിലേക്ക് കടന്നു ചെന്ന് അവനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ സന്ദേശം ശ്രവിക്കുന്ന നിങ്ങൾ ആരെങ്കിലും വർഷങ്ങളായിട്ട് ഏതെങ്കിലും രോഗത്തിൻ്റെ മധ്യത്തിലായിരുന്നു കൊണ്ട് സൗഖ്യം പ്രാപിക്കുവാൻ സാധിക്കാതെ കരയുന്നുണ്ടെങ്കിൽ, വേദനയോടുകൂടെ ജീവിതത്തെ തള്ളി നീക്കുന്നുണ്ടെങ്കിൽ, എത്ര തന്നെ പ്രാർത്ഥിച്ചിട്ടും രോഗസൗഖ്യം പ്രാപിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്നോർത്ത് ദുഃഖിച്ച് നിങ്ങളായിരിക്കുന്നുണ്ടെങ്കിൽ, പ്രിയ ദൈവ പൈതലെ, നിന്നെ സൗഖ്യമാക്കുവാൻ നിന്നെ തേടി വരുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ളത് നീ മനസ്സിലാക്കണം. നീ എത്ര വർഷമായിട്ട് രോഗക്കിടക്കയിലായിരിക്കുന്നു എന്നുള്ളതും, നീ എത്ര വർഷമായിട്ട് രോഗസൗഖ്യത്തിന് വേണ്ടിയും നിന്റെ ജീവിതത്തിലുള്ളതായ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കി യേശു കർത്താവ് നിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നതായ ഒരു ദിനമുണ്ട്. ആയതിനാൽ നീ വളരെ പ്രാർത്ഥനയോടുകൂടെ തന്നെ നിന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. കർത്താവിനൊരു സമയമുണ്ട് നിന്നെ സന്ദർശിക്കുവാൻ, നിന്റെ ശരീരത്തിലുള്ളതായ രോഗക്കെട്ടുകളെ അഴിച്ചു മാറ്റി നീ ആഗ്രഹിക്കുന്നതായ സൗഖ്യം നൽകുവാൻ കർത്താവിനൊരു സമയമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ നീ തളർന്നു പോകരുത്, പ്രാർത്ഥനയിൽ നിന്നും നീ പിന്മാറിപ്പോകരുത്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഇനിയും വളരെ ശക്തമായി വിശ്വാസത്തോടുകൂടെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. നിന്റെ രോഗക്കിടക്കയിൽ നിന്നും, നിന്റെ ശരീരത്തിലുള്ളതായ ഏത് രോഗമായിരുന്നാലും ആ രോഗബന്ധനത്തിൽ നിന്നും പൂർണ്ണമായിട്ടുള്ളൊരു വിടുതലും ആശ്വാസവും നൽകുവാനായിട്ട് എൻ്റെ കർത്താവ് മതിയായവനാണ്. ഈ രോഗിയായ മനുഷ്യനോടുകൂടെ യേശു കർത്താവ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ കർത്താവിനോട് പറഞ്ഞതായിട്ടുള്ള മറുപടി എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. എന്താണ് അവൻ യേശുവിനോടുകൂടെ പറഞ്ഞത്? 7-ാമത്തെ വചനത്തിൽ കാണുവാൻ സാധിക്കും. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. 38 വർഷമായിട്ട് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നതായ ഒരു ചിന്ത, അവൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു കൊണ്ടിരുന്നതായ ഒരു ചിന്ത, ഇത്രയും വർഷമായിട്ടും എനിക്ക് ആ കുളത്തിൽ ഇറങ്ങി സൗഖ്യം പ്രാപിക്കുവാൻ സാധിച്ചിട്ടില്ലല്ലോ. എന്നെ ആ കുളത്തിൽ ഇറക്കി ദൂതൻ വന്ന് കുളം കലക്കുന്നതായ സമയത്ത് എന്നെ ഒന്ന് പിടിച്ച് ആദ്യം ആ കുളത്തിലേക്ക് ഇറക്കി എനിക്ക് സൗഖ്യം ലഭിക്കുവാൻ, എന്നെ സഹായിക്കുവാൻ ആരുമില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയോടുകൂടെ ആയിരുന്നു ആ മനുഷ്യൻ കുളക്കരയിൽ കിടന്നിരുന്നത്. അവന് കുടുംബക്കാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നതിനെ പറ്റി പറയുന്നില്ല. അവന് ഭാര്യ ഉണ്ടായിരുന്നോ, അവന് മക്കളുണ്ടായിരുന്നോ, അവന് മറ്റ് സ്നേഹിതരുണ്ടായിരുന്നോ, അവന് മറ്റ് ബന്ധുമിത്രാദികൾ ഉണ്ടായിരുന്നോ എന്നതിനെ കുറിച്ചൊന്നും തന്നെ ഇവിടെ പരാമർശിച്ചിട്ടില്ല. എന്നാൽ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതായ നൊമ്പരം എന്താണെന്നുള്ളത് യേശു അവനോട് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നതായ നിമിഷം അവൻ വിങ്ങിപ്പൊട്ടി. അതാണ് അവൻ കർത്താവിനോട് പറയുവാനിടയായത്, യജമാനനെ, ഈ കുളം കലക്കുമ്പോൾ എന്നെ അതിലേക്ക് ഇറക്കുവാനായിട്ട് എനിക്ക് ആരുമില്ല. ഈ അവസ്ഥയിൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു സഹായത്തിനായിട്ട് ആരുമില്ലാതെ, നിങ്ങളെ മനസ്സിലാക്കുവാൻ ആരുമില്ലാതെ, നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ ആരുമില്ലാതെ, നിങ്ങൾക്ക് വേണ്ടിയതായിട്ടുള്ള സഹായം നൽകുവാൻ ആരുമില്ല എങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, നീ ഭാരപ്പെടേണ്ട. നിന്നെ ഉള്ളതുപോലെ അറിയുന്ന ഒരു കർത്താവുണ്ട്. നിന്നെ തേടി നിന്റെ അടുക്കൽ വരുന്ന ഒരു കർത്താവുണ്ട്. ഈ 38 വർഷങ്ങളായിട്ട് കുളക്കരയിൽ കിടന്നിരുന്നതായ മനുഷ്യൻ്റെ അവസ്ഥ മറ്റാരെങ്കിലും യേശുവിനോട് പറഞ്ഞിട്ടല്ല യേശു ആ ബെഥസ്ദാ കുളത്തിൻ്റെ കരയിലേക്ക് കടന്നു ചെന്നത്. യേശു കർത്താവ് എല്ലാം അറിയുന്നവനാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഉത്സവം കൂടേണ്ടിയിരുന്നതായ കർത്താവ് ആ ബെഥസ്ദാ കുളത്തിൻ്റെ കരയിലേക്ക് പോയി 38 വർഷങ്ങളായി ഭാരത്തോടെ മനോവേദനയോടുകൂടെ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് ആ കുളത്തിൻ്റെ കരയിൽ കിടന്നിരുന്നതായ മനുഷ്യനെ യേശു കർത്താവ് അറിഞ്ഞ് അവൻ്റെ അടുക്കൽ പോയി അവനെ സൗഖ്യമാക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. ഇന്ന് നീ കരയുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുന്നതായ സമയം ആസന്നമായിരിക്കുന്നു എന്നുള്ളത് നീ മനസ്സിലാക്കണം. എത്രത്തോളം നമ്മൾ ദൈവസന്നിധിയിൽ കരയുന്നുവോ, എത്രത്തോളം നമ്മുടെ മനസ്സ് ദൈവസന്നിധിയിൽ ഉരുകുന്നുവോ, അത് അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. യേശു കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ഒഴുക്കുന്ന കണ്ണുനീരിന് പ്രതിഫലമുണ്ട്. യേശു കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടേതായ നിലവിളിക്ക് പ്രതിഫലമുണ്ട്. അതൊരിക്കലും വൃഥാവായി തീരുന്നില്ല.
എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആയതിനാൽ ഒരിക്കലും യേശുവിലുള്ള വിശ്വാസത്തിൽ നിന്നും നിങ്ങൾ പിന്നോട്ട് പോകരുത്. യേശുവിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ സഞ്ചരിക്കണം. ഞാൻ പ്രാർത്ഥിച്ചിട്ടും, ഞാൻ ഉപവസിച്ചിട്ടും, ഞാൻ നേർച്ച കാഴ്ചകൾ നൽകിയിട്ടും എൻ്റെ ജീവിതത്തിൽ എനിക്ക് രോഗസൗഖ്യം പ്രാപിക്കുവാൻ സാധിച്ചിട്ടില്ലല്ലോ, എൻ്റെ കുടുംബത്തിൽ എനിക്ക് സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്തുകൊണ്ട് നിങ്ങളാരും പ്രയാസപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട. നിങ്ങളെ അറിയുന്നൊരു കർത്താവുണ്ട്. നിങ്ങൾ ദൈവസന്നിധിയിൽ ഒഴുക്കിയിട്ടുള്ളതായ കണ്ണുനീരിന് പ്രതിഫലം തരുന്ന ഒരു കർത്താവുണ്ട്. ഒരു പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ, ജീവിത സാഹചര്യങ്ങൾ മാറിമറിയുമ്പോൾ, സന്തോഷത്തിൻ്റെതായ നിമിഷങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങൾ മാറ്റപ്പെടുമ്പോൾ നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീര് ചിലപ്പോൾ നിങ്ങൾ മറന്നുപോകും. ആ കണ്ണുനീരിൻ്റെ കാരണം എന്താണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ ഓർത്തെന്ന് വരത്തില്ല. എന്നാൽ നീ വാവിട്ട് കരഞ്ഞതിൻ്റെ കാരണവും നിന്റെ നിലവിളിയുടേതായ ശബ്ദവും നിന്റെ കണ്ണുനീർ തുള്ളികളും കർത്താവ് ഓർത്ത് വച്ചിട്ടുണ്ട് എന്നുള്ളത് നീ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ ഒഴുക്കുന്ന കണ്ണുനീരിന്, ദൈവസന്നിധിയിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് ഉത്തരം തന്നിരിക്കും. അതിന് യാതൊരു സംശയമില്ല. പിന്നെന്താണ് ഈ ഭാഗത്ത് സംഭവിക്കുന്നത്? യേശു അവനോട് പറയുകയാണ്. 8-ാമത്തെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. പിന്നെന്താ സംഭവിക്കുന്നത്? ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു എന്നാണ്. നോക്കുക, 38 വർഷങ്ങളാണ് ഈ മനുഷ്യൻ്റെതായ ജീവിതം ഈ കുളക്കരയിൽ ആയിത്തീർന്നത്. 38 വർഷങ്ങൾ, 1ഉം 2ഉം 10ഉം വർഷങ്ങളല്ല. ആ മനുഷ്യൻ്റെതായ നല്ല കാലം മുഴുവനും രോഗസൗഖ്യം ആഗ്രഹിച്ചുകൊണ്ട് അവൻ കുളത്തിൻ്റെതായ കരയിൽ കിടന്നിരുന്നു. ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ മറ്റുള്ളവർ ആദ്യം ഇറങ്ങി സൗഖ്യം പ്രാപിച്ച് അവിടെ നിന്നും സ്തുതി പാടി സന്തോഷത്തോടുകൂടെ പോകുവാനിടയായി തീർന്നു. എന്നാൽ ഈ മനുഷ്യൻ അതിന് സാധിച്ചില്ല. ഈ മനുഷ്യൻ അതിന് കഴിഞ്ഞില്ല. അവൻ്റെ നൊമ്പരം ദൂരത്ത് നിന്നറിഞ്ഞ കർത്താവ് അവൻ്റെ അടുക്കിലേക്ക് ചെന്ന് അവനെ സൗഖ്യമാക്കി സന്തോഷത്തോടെ അയക്കുകയാണ് ചെയ്യുന്നത്. പ്രിയ ദൈവ പൈതലെ, നിന്നെയും സൗഖ്യമാക്കുവാൻ, നിന്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെ പൂർണ്ണമായി പരിഹരിക്കുവാൻ, നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം നൽകുവാൻ, നീ ആഗ്രഹിക്കുന്നതിനേക്കാളൊക്കെയും മെച്ചപ്പെട്ട അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ഒരു ജീവിതം ഈ സമൂഹത്തിൽ നിനക്ക് തരുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. അതുകൊണ്ട് കർത്താവ് നിന്നെ കാണുന്നില്ലെന്നും കർത്താവ് നിന്റെ നൊമ്പരങ്ങൾ അറിയുന്നില്ലെന്നും ഒരിക്കലും ഓർത്ത് പെറുപെറുക്കരുത്. നിന്നെ കർത്താവ് കണ്ടു. നിന്റെ അവസ്ഥകൾ കർത്താവ് ഉള്ളതുപോലെ മനസ്സിലാക്കിയിരിക്കുന്നു. കർത്താവ് നിന്റെ അടുക്കിലേക്ക് നിന്നെ തേടി വരും. അതുവരെയും പ്രാർത്ഥനയിൽ നിന്നും പിന്നോട്ട് പോകാതെ കർത്താവിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ച് ധൈര്യത്തോടുകൂടെ ജീവിക്കുക. യേശു നിന്റെ ജീവിതത്തിൽ നിനക്കൊരു മാറ്റം നൽകും. യേശു കർത്താവ് നിന്റെ ജീവിതത്തിൽ ഈ വരുന്ന ആളുകളിൽ അത്ഭുതം പ്രവർത്തിക്കും. വിശ്വസിക്കുക, കാത്തിരിക്കുക. കർത്താവ് നിന്നെ സഹായിക്കും. ആമേൻ.